പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇരുമ്പ് യുഗത്തിൽ, അമോണൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റബത്ത് അമാൻ എന്ന നഗരമായിരുന്നു ശരിക്കിത്. അതിനുശേഷം ഏകദേശം BC 3-ാം നൂറ്റാണ്ടിൽ നഗരത്തിന് ഫിലാഡൽഫിയ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുകയും ഡെക്കോപോളിസിലെ 10 ഗ്രീക്ക് റോമൻ നഗരങ്ങളിൽപ്പെട്ട ഒരു നഗരമായി മാറുകയും ചെയ്തു. പിന്നീട് AD 7-ാം നൂറ്റാണ്ടിലാണ് റാഷിദിയ ഖിലാഫത്തിന്റെ കാലത്ത് റബത്ത് അമാൻ എന്നുള്ള പേര് മാറ്റി അമ്മാൻ എന്ന പേര് പുനർനാമകരണം ചെയ്തത്. പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്ന കാലഘട്ടങ്ങളിൽ ഈ നഗരം നാശത്തിന്റെ വക്കിലെത്തുകയും പല രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ ഇല്ലാതാവുകയും നഗരം പൂർണ്ണമായി നശിക്കുന്ന രൂപത്തിലുമെത്തി. 15-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 1878 വരെ ഓട്ടോമന്റെ ഭരണകാലത്ത് നഗരം പൂർണ്ണമായിട്ട് തകർന്നു. പിന്നീട് 1904-ൽ ഡമസ്കസ് മുതൽ സൗദിയിലെ മദീന വരെയുള്ള തുർക്കി റെയിൽവേയുടെ ഭാഗമായി ബന്ധപ്പെട്ട് ഹിജാസ് റെയിൽവേയുടെ ഭാഗമായി മാറി അമ്മാൻ. ഹിജാസ് റെയിൽവേ നഗരത്തെ ബന്ധിപ്പിച്ചതോടെ നഗരത്തിന്റെ സുവർണ്ണ കാലഘട്ടം ആരംഭിച്ചു. ഇന്ന് കാണുന്ന ജോർദാനിലെ ഏറ്റവും വലിയ പട്ടണമായി രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറി അമ്മാൻ. ഈ ഭൂമിയിലെ ഏറ്റവും പുരാതനമായ 10 നഗരങ്ങളെടുത്താൽ അതിൽ 3 ജോർദാൻ്റെതായിരിക്കും. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ മുതൽ ഓട്ടോമൻ ഭരണം വരെ നീണ്ടുകിടക്കുന്ന ചരിത്രത്തിന്റെ പരമ്പര. വെൽക്കം ടു ജോർദാൻ. ഈ ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യന്റെ രൂപമുള്ള പ്രതിമകളെ കണ്ടെത്തിയത് ശരിക്കും പുരാതന അമ്മാൻ എന്നാണ് കേട്ടോ. ശരിക്കും ഇറാഖിന്റെ ഭാഗങ്ങൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനൊക്കെ അങ്ങനെ ചരിത്രത്തിൽ ഒന്നോ പഠിച്ചൊരു സംഭവമല്ലേ, അതിന്റെ ഭാഗങ്ങളൊക്കെ ആയി മാറിയിരുന്ന സമയത്താണ് ഈ മനുഷ്യന്റെ രൂപമുള്ള ശിലകളൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ചരിത്രത്തിന്റെ അന്തർധാരകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പറയുന്നത് മൊത്തം തെറ്റിപ്പോകും. അതുകൊണ്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ അതൊന്നല്ലേ, നമ്മളിന്ന് അമ്മാൻ ടൗണ് വിട്ട് പോവാണ് പിന്നെ ഡെഡ് സീ ചാവുകടൽ കാണാൻ വേണ്ടിയിട്ട്. 9 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. അമ്മാൻ ടൗണിൽ നിന്ന് 1 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. 64 കിലോമീറ്ററാണ് ഡെഡ് സീൽക്കുള്ള കേട്ടോ. നമുക്ക് പെട്ര പോകാണ്ട്. ആ പെട്ര പോണത് ശരിക്ക് ഇവിടെ വന്നിട്ട് ഇനി തിരിച്ച് അക്ബ പോണ വഴിയിലാണ്. ശരിക്കും നമുക്ക് അക്ബയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പെട്ര കിട്ടുമായിരുന്നു. എന്നാലും നമുക്ക് ഇവിടെ എത്താനുള്ളൊരു ആക്രാന്തം കൊണ്ട് വേഗം പോകുന്നതാ. സാധനം കാണുന്നുണ്ട് കേട്ടോ വലത്തെ ഭാഗത്ത്. മോനെ ശരിക്ക് ഒരു ആ കാണുന്നത് എപ്പുറം എന്താ അറിയോ? കാണണേ ഇസ്രായേലാണ് അതിന്റെ അപ്പുറം. സിയാഹ موجود تعال يلا تعال وين طيب كم هو ورانا خلص انا شايف محل هون محل شايف انا في محل هناك المحل هناك كويس محترم فيه تقطين في كله ഇവനാണ് ഇപ്പൊ ചാവുകടലിലെ മുതലാളി എന്ന് പറയുന്നത്. ചാവാൻ വന്നാണ് ഇപ്പൊ വണ്ടിമ തൂങ്ങിയുണ്ട്. നമുക്ക് നേരെ ഇറങ്ങി പോകാൻ ഇവനൊരു വർത്താനത്തിനൊന്നും മൊത്തത്തിലൊരു 10 കൊടുക്കാം. അവനോട് തിന്നു പോയിക്കോരാ ഇറക്ക് കടൽക്ക്. വല്ലാതാണ് ഉണ്ടാകട്ടോ. തുരുമ്പ് വേഗം കയറി കിട്ടും. വിളിച്ചാൽ മതി. ഓഹോ, അതാണല്ലേ കാര്യം. ഇതാണ് ഡെഡ് സീ. ഡെഡ് സീ എന്ന് പറഞ്ഞാൽ ചാവുകടൽ. ഈ എന്തുകൊണ്ടാണ് ഈ ചാവുകടൽ എന്ന് പറയുന്നത് ഇതിന്? അത് നമ്മളിവിടെ ഈ കടലിന് നടുക്കൊന്ന് വീണാലും ചാവാത്തോണ്ടല്ല. ശരിക്കത് ഇതിലൊരു സസ്യജാലങ്ങളും മത്സ്യങ്ങളും ഒന്നും ഇതിൽ ജീവിക്കൂല, എല്ലാം ചത്തുപോകും. അതുകൊണ്ടാണ് അങ്ങനെ പേര് തന്നെ. അതായത് ഈ കടലിലുണ്ടാകുന്ന സസ്യജാലങ്ങളുണ്ടല്ലോ, പിന്നെ അതൊന്നും ഇതിൽ ജീവിക്കൂല, ഇതിലില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ശരിക്ക് ചാവുകടൽ എന്ന് പറയുന്നത്. അത് ജോർദാനും ഇസ്രായേലിനും കൂടി ബോർഡറാണ് ഈ ഒരു ചാവുകടൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. ജോർഡാനിലുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകും. എന്താ പുത്രല്ലേ സംഭവം നക്കി നോക്കട്ടെ. പൊന്നെ കുഞ്ഞുമോനെ, ഈ സാധനം ഉപ്പെടുത്ത് നാമല വെക്കുമ്പോഴേ സാധാ പച്ചുള്ള മാതിരി ഒരു 3 സെക്കൻഡ് കഴിഞ്ഞാൽ ഓ ഒന്നാക്കി വെക്കാം. പിന്നെ ചായ അല്ലേ തൊള്ളേന്ന് പോണില്ല. ചായ ഉപ്പിന്റെ തോത് കൊണ്ട് അടിച്ച് കേറിയിട്ടുണ്ടല്ലോ.
എന്തൊക്കെ ഇവിടെ ആയി കിടക്കണേ. എന്തായാലും ഇത് പരീക്ഷയാണ് ഇവിടെ കിടന്ന്. ഇത് കുറേ കാലം മുന്നുള്ള ആഗ്രഹമാണ്. ചാവ് കടലിന് കേൾക്കണ കാലം മുതലേ ഇവിടെ വന്നാൽ ചാവും ഇല്ലെന്ന് നോക്കട്ടെ. ആ കല്ലൊക്കെ താന്നല്ലേ കിടക്കണേ. കണ്ണ് ചിമ്മിയാണ്ട് കടന്നോ. ആളാ പൊന്തി കിടക്ക് സത്യോ. നമ്മളൊത്ത് ചെയ്യണ്ട. ഒലിച്ചോണ്ടോ കിട്ടോ കണ്ണിലായി. കണ്ണിലായിട്ട് എരുക്ക ഓനെ കാണിക്കാവേ. ഇങ്ങനെ കാർട്ടൂൺ കണ്ടായിരിക്കും ഓന്റെ കടലാണ്. ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കട്ടല്ലേ. اوكي هذه طين اجيب طين ولا مصنع خلاص مصنع اجيب مي حلو غسل مي حلو. ايوه ശരിക്കും കാണുന്നുണ്ടോ കിടക്കണേ? ദമ്മില് ഒലിച്ചോണ്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇത്ര ടൈറ്റ്. നിൽക്കുമ്പോ നമ്മള് പൊന്തൂല, കടുക്കുമ്പോഴേ പൊന്തുള്ളൂ. മണോക്ക് ഒരു വാട്ടർ ബെഡ് മാതിരി സിമ്പിൾ. നമ്മളെന്നോ അങ്ങോട്ട് വരണ്ടിനി. സാധാരണ കടലും ഇങ്ങനെ തന്നെ ആക്കിക്കൂടെ? എന്നാ മനുഷ്യന്മാര് മരിക്കൂലല്ലോ. എന്താ എന്റെ അഭിപ്രായം? ഞാൻ കണ്ണോട് പറയാം, അങ്ങോട്ട് വരുന്നുണ്ട്. സിമ്പിൾ. വെള്ളം അല്പമില്ല, സാധാ മാതിരി. കുറച്ച് കഴിഞ്ഞാലേ ഇവിടെ ഇങ്ങനെ ഉപ്പായി മാറും. കുറച്ച് കഴിഞ്ഞാൽ അതൊരു മെയ്ക്ക് മാതിരി ഉണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പാവും. ഇതിന് ശേഷം കുളിക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മൊത്തം ഉപ്പിൻ്റെ കട്ടാവും. നീ കുളിക്കാനുള്ള വെള്ളം ദിയാഫി. ചളി. മുഖം കേൾക്കണമല്ലോ ചളി പറ്റി, അല്ലെങ്കിൽ ചൊറി പിടിക്കലാവൂലേ. يعني فيديو ضبط فيديو انت. ايوه ايوه كان صديق معلومه سعوديه. دي كده وعي سير لا تيكنا. مصنع انظف في معادن. انا بديكم مصنع سوا. دورنا സംഘടിപ്പിച്ച് വെച്ചേ ചളി. هذا من وين؟ فين جيب هذا؟ هذا من البحر ميت. اوكي كويس للجلد. اوكي. الاكزيمات، روماتيزم، مفاصل، الحكه، لكل شيء، للظهر، للدش، لكل شيء علاج. بس اليوم في مصنع هون موجود شيء انظف. في معادن، مغنيسيوم، كالسيوم، حديد. كله موجود هناك. اوكي. ഇത് ഇതിന്റെ അടിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത്. ഉള്ള സ്കിന്നിന് നല്ല വൃത്തി കിട്ടിയാൽ മതി. അതിന് കേടുവരും വേണ്ട, നന്നാവും വേണ്ട. അതിനുള്ള എന്തെങ്കിലും കൂട്ടാണ്ട് ഒന്നുമില്ല. ഇത് റിസൾട്ട് കാണട്ടെ, എന്നിട്ട് വേണം നമുക്കൊക്കെ ചെയ്യാൻ. ഇത് സംഭവം സിമ്പിൾ. ഇത് വലിയ ചികിത്സ ചക്ക കൂട്ടാൻ മാറി കാര്യങ്ങൾ തേക്കുന്നേ. ഒന്ന് കുത്തനെ എടുക്ക്, റീലാക്കാൻ പാകത്തിന്. പിന്നെതാ فوق فوق കൗത്ത് കൗത്ത് حساسيه كنت കൗത്ത് കൗത്ത്. كويس كويس. شيل كل شيء هذا حساسيه. അല്ലെങ്കിൽ കൊല്ലി. هو ابغى ظبط مو بس برا، جوا كمان في شويه مشاكل هنا. جوا هذا بده شويه كويس. هذا جوا بده مصنع. بعدين السعوديه في بيعمل مره مرتين ثلاثه بده جلسات. والله جلسات ما بده مره دول كله. انت خلاص. هو هاي كله بده هيك. ان شاء الله اسوي لك بعدين. الحين ما في وقت عشان كذا
لا مو هنا مصنع طريق. ايوه ايوه انا اسوي من السعوديه. ايوه انا اشتري وبعدين اسوي ايوه كويس جوا 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 التراوسر. ട്രൗസർ ജുവാ جوا كويس معلوم. جوا سير. എന്നാ വീഡിയോ എടുക്കണമെന്നില്ല. ഓക്കേ شكرا. ഇഞ്ഞെന്താ കാട്ടണ്ടേ? കണ്ണക്ക് ആയ കഴിഞ്ഞ് എന്താ ഫീൽ ചെയ്യണത്? നല്ല ചൊറിയുണ്ട് തന്നെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഹയർ. ഈ കളി നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കളിക്കാം. ഭാരത്ത് പോയി ചളി ഉരുല്ലാണ്ട്. ഇതിപ്പോ ലക്ഷറി ടൂറിസ്റ്റ് ഒക്കെ ആയിരുന്നുള്ളൂ. ഇപ്പൊ പൈസ എടുത്തുകൊണ്ട് ചളിയാക്കണമെന്ന് മാത്രം. പണ്ട് കേരളൊക്കെ തന്നെ നമ്മള്. പിന്നെ നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഈ നേരപ്പുറം കാണുന്നത് ഫലസ്തീനാണ്, അതിൻ്റെ അപ്പുറമാണ് ഇസ്രായേൽ. അത് മാത്രമല്ല ഈ ചാവുകടലിലെ ഒരു മുക്കാ ഭാഗം ഫലസ്തീൻ്റെ ജെറുസലേം പ്രവിശ്യയാണ് വരുന്നത്. അവിടെ നിന്നാണ് കുറച്ച് ഭാഗം ഇസ്രായേലുണ്ട്. അങ്ങനെ 3 രാജ്യത്തായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. കുളിപ്പിച്ച് സോപ്പൊക്കെ തേച്ച് തന്ന ആളാണ്. മുട്ടായോ നമുക്ക് എന്താ വേണ്ടി വെച്ച് കൊടുത്താ മുത്താണ് നമ്മളെ. അടുത്ത പെട്ര ഇതിന്റെ സംഭവം എന്ത് പറഞ്ഞാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. അവിടേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ച പോലെ അല്ലേ കടൽക്ക് മേലിന്. പിന്നെ നമ്മളിതൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. സംഭവം എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇത്ര അധികം ഉപ്പ് എന്ന് അറിയണ്ടേ? എന്താ ഇവിടെ മാത്രം ഇത്ര അധികം ഉപ്പുണ്ടാവാൻ കാരണം അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഇതാണ് ശരിക്ക് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. അതുകൊണ്ടാണ് ഇവിടെ അത്ര അധികം ഉപ്പുള്ളത്. പടിഞ്ഞു നിൽക്കണ്ടില്ലേ? ഇതാണ് ശരിക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, ലോവസ്റ്റ് പ്ലേസ് ഇൻ ദ എർത്ത്. അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പം ഏറ്റവും കൂടുതൽ ഉപ്പ് ഇവിടെ ഉണ്ടാവാനുള്ള കാരണം അല്ലേ? ഇവിടെ നല്ല ആയുള്ള ഭാഗട്ടോ, വികണം ഇവിടെ വികണം. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം അതാണ് ഡെഡ് സീ. പിന്നെ നമ്മൾ പെട്രയ്ക്ക് തിരിച്ചു പോകണം. ഇവിടുന്ന് 2.5 മണിക്കൂർ ഓടാനുണ്ട്. ഓടി കഴിയുമ്പോൾ പെട്രോ എത്തും. നാളെ പെട്രോ ശരിക്ക് 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ശരിക്ക് ഇതൊരു ലോകാത്ഭുതമായിട്ട് വേണേൽ കൂട്ടായിരുന്നു. സംഭവം കടലല്ലേ? ഒരൊറ്റ മീന് പോലും ഇല്ല പറഞ്ഞിക്കാണെങ്കിലേ. അങ്ങനെ ചാവുകടൽ ഇവിടെ പരിസമാപ്തിയാവുകയാണ് സുഹൃത്തുക്കളെ. ഇടക്കിടക്ക് ടോർച്ചടിക്കുന്നുണ്ട് കടലിൽ കണ്ടോ? കറക്റ്റ് വെള്ള പിഞ്ഞാണ്ട് കരയെ കൂടെ ഓടണം നമ്മള്. ഇനിയിപ്പോ ചാവുകടലിൽ കാണാൻ പറ്റൂല. ഇനി പെട്ര വരെ സെയിം ഇതന്നെ. ജോർദാന്റെ ഗ്രാമങ്ങളാട്ടോ. ഫുള്ള് പച്ചക്കറി കൃഷി, തക്കാളി അതാണ് മെയിന് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാ. ഇതൊരു സംഭവം അത്ഭുതം കാഴ്ചട്ടോ. ഈ അടിയിൽ പച്ചക്കറി, മേലെ അതാ മരുഭൂമിയിലെ മലകളും. എങ്ങനെയൊക്കെ ഇവര് കൃഷിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ GCC കൺട്രീസ് കൃഷിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെങ്കിലും ഈ സാധനങ്ങൾ ഇമ്പോർട്ടേഷൻ ചാർജ് കുറച്ച് കിട്ടാൻ വേണ്ടി, ഇമ്പോർട്ട് ചെയ്യുമ്പം രാജ്യത്തിന് നഷ്ടമാണല്ലോ. അതുകൊണ്ട് വില കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും, ഈവൻ സൗദി അറേബ്യയിൽ പോലും ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്ന ജലങ്ങളുണ്ട് ജിസാൻ ഭാഗത്തൊക്കെ. ശരിക്കും ജിസാനൊക്കെ പണ്ട് യമന്റെ ഭാഗങ്ങളായിരുന്ന സ്ഥലങ്ങളാണ്. കൃഷി ചെയ്യാനായിട്ട് സൗദി പാട്ടത്തിനെടുത്താണ് ജിസാന്. ശരിക്കും പിന്നെ അത് പിന്നീട് സൗദിൻ്റെ ഭാഗങ്ങളായി മാറി എന്നുള്ളതാണ്. പക്ഷേ ചോളം, തക്കാളി, പിന്നെ ഈ വക സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഉള്ളി, രസമുണ്ട്.
കഴുതപ്പുറത്തൊക്കെ സഞ്ചരിക്കുന്ന അറബ്സ് ഉണ്ടോ? ഇത് മൊത്തം കൃഷി ചെയ്യുന്ന ഗ്രാമങ്ങളൊന്നും ഉണ്ടല്ലോ അല്ലേ? വാദി അറബ് എന്ന ഈ സ്ഥലത്തിന്റെ പേര്. ഞാൻ എന്തിനാ ഇല്ലേ ഇല്ലേ ചോദിക്കുന്ന അറിയോ? നിങ്ങളൊക്കെ എന്തെങ്കിലും മറുപടി പറയാൻ വേണ്ടിയാണ് അല്ലേ? നേരെ കാണാ ഡെസേർട്ട് കണ്ട് കയറ്റാൻ ഞങ്ങക്ക് അവിടേക്ക് നേരെ മേൽക്കണ്ട് പോവാ. എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ടേ കയറ്റതിന്റെ മേൽക്ക്? അടിയാ തക്കാളിയെ കൃഷിപ്പാടത്ത് തക്കാളി കൊണ്ടുവന്ന് വിൽക്കാണ് ചെക്കന്മാര്, ചെറിയ കുട്ടികള്. എന്താ ഇതില് ഇതിലിട്ടോ ലെഫ്റ്റിക്ക് അതുകൊണ്ട് വയ്യുണ്ട്. എന്നാ ജ്യൂസിന്റെ കുപ്പിയൊക്കെ ഇപ്പൊ പൊട്ടിട്ടോ ഒക്കെ ഇവിടെ വന്നുകൊണ്ട് കോൽക്കിളിയിലേക്കുണ്ട് റൈറ്റ്.